നമസ്കാരം, എല്ലാവർക്കും മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ടുള്ള ഒരു സംശയമാണ്, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമാണ്? അത് തീർത്തും വ്യക്തിപരമാണ്. ക്രിസ്ത്യാനിക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാം, 2 അക്കൗണ്ട് തുറക്കാം, 3 അക്കൗണ്ട് തുറക്കാം. ചിലരൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് പല പല ബാങ്കുകളിലായിട്ട് 8-9 അക്കൗണ്ടുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനിക്ക് എത്ര അക്കൗണ്ട് ഉണ്ട്? 2 അക്കൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 2 അക്കൗണ്ടുള്ള ആളുകൾ, ക്രിസ്ത്യന് 2 അക്കൗണ്ട് ഏതെങ്കിലും പ്രത്യേക രീതിയിലാണ് മാനേജ് ചെയ്യുക? ഒന്ന് സേവിങ്സിനും ഒന്ന് സാലറി വരുന്നതുമായിട്ട്. എന്നിട്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണ് UPI പേയ്മെൻ്റ് ഒക്കെ പോവുക? അത് സാലറി വരുന്ന അക്കൗണ്ടിൽ നിന്ന്. സേവിങ്സ് അതുപോലെ തന്നെ വെച്ചേക്കും. ഓക്കെ, അതെന്തിനാണ് ചെയ്തിരിക്കുന്നത്? നേരെ തിരിച്ച് ക്രിസ്ത്യനെ ഇൻ്റർവ്യൂ ചെയ്യുക. അത് സേവിങ്സ്, അതവിടെ ആ തുക അവിടെ നിശ്ചിതമായി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ചിലവെടുത്തിട്ടുണ്ട്, അത് സേവിങ്സ് ആയി നിൽക്കില്ലല്ലോ, അങ്ങനത്തെ ഒരു. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ആരെങ്കിലും ഒരാൾ സാമ്പത്തിക അച്ചടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ക്രമീകരണം എല്ലായിടത്തും ഒരു ക്രമീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു 3 അക്കൗണ്ട് വേണമെന്നാണ് നമുക്ക് സയൻറ്റിഫിക്കായി നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. 3 അക്കൗണ്ട് എന്ന് പറയുന്നത്, ഒന്ന് ഒരു മെയിൻ അക്കൗണ്ടാണ്. നമ്മുടെ ഉദാഹരണത്തിന് ക്രിസ്ത്യനാണ്, ക്രിസ്ത്യനിക്ക് സാലറി ഒക്കെ വരുന്ന ഒരു പ്രധാന അക്കൗണ്ട്. ഈ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ എല്ലായിടത്തും കൊടുക്കുക. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കി മാത്രമുള്ളൊരു അക്കൗണ്ടാണ്. മൂന്നാമത്തെ അക്കൗണ്ട് ഒരു എക്സ്പെൻസിനുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഈ 3 അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മണി മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറയാം. ക്രിസ്ത്യനയ്ക്ക് ഒരു EMI പോകാനുണ്ട്, 4500 രൂപ EMI പോകാനുണ്ട്. ഈ ബിൽ ഡേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMI ഡേറ്റ് എന്ന് പറയുന്നത് 10-ാം തീയതിയാണ്. ഇത് ക്രിസ്ത്യനയ്ക്ക് ഓർമ്മയുണ്ട്, ക്രിസ്ത്യനെ പൈസ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യന 9-ാം തീയതി രാത്രി എങ്ങോട്ടോ ഒരു പുറത്തൊക്കെ പോയി, ഏതോ ഒരു മാളിൽ പോയിട്ട് ഒരു സാധനം കണ്ട് പർച്ചേസ് ചെയ്തു പോയി. ഒരു അക്കൗണ്ടിലുള്ളൂ, ഈ അക്കൗണ്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് പോയത്. പിറ്റേന്ന് അന്ന് അർദ്ധരാത്രി എന്ത് ചെയ്യും? ഈ EMI പേയ്മെൻറ്റ് എടുക്കും. പിന്നെ ആ സമയത്ത് പോയി ക്രിസ്ത്യൻ എന്ത് ചെയ്യണം? ഇതിലേക്കുള്ള പണം റീഫിൽ ചെയ്യാൻ വേണ്ടി നടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മെയിൻ അക്കൗണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ഒരു എക്സ്പെൻസ് അക്കൗണ്ടും വേർതിരിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു കണക്കാവും. അപ്പോൾ ഈ 3 അക്കൗണ്ട് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് തീർത്തും വ്യക്തിപരമായ ഒരു കോളാണ്. ക്രിസ്ത്യനിക്ക് വേണമെങ്കിൽ 2 അക്കൗണ്ട് വെച്ച് മാനേജ് ചെയ്യാം. ഉദാഹരണത്തിന് 2 അക്കൗണ്ട് വെച്ച് മാനേജ് ചെയ്യുന്ന ഒരാളെ ഞാൻ അറിയാം. അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അയാളുടെ സാലറി അക്കൗണ്ട് അയാൾ എക്സ്പെൻസിന് എല്ലാത്തിനും കീപ്പ് ചെയ്യും. ഇതിലൊരു പെർട്ടിക്കുലർ തുക അയാൾ മാറ്റി സെക്കൻഡ് അക്കൗണ്ടിലേക്ക് വെക്കും. ഇപ്പോൾ ക്രിസ്ത്യനെ പോലെ ആ അക്കൗണ്ടിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു പബ്ലിക്കിന് അറിയുന്ന ഒരു അക്കൗണ്ടല്ല. ആ അക്കൗണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഈ അക്കൗണ്ട് അവിടെ കാണും. പക്ഷേ നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരാൾക്ക് ഒരു അക്കൗണ്ട് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം സിപ്പിൻ്റെ കട്ടിങ് പോകാനുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും, അതുപോലെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് 3 അക്കൗണ്ട് ഉണ്ടെങ്കിലുള്ള സൗകര്യം. നിലവിലെ അക്കൗണ്ടുകൾ ഇതിനായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം? വേണ്ട, നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടില്ലേ അതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിയാൽ മതി. നമ്മൾ നിലവിലുള്ള നമുക്ക് പലർക്കും 3 അക്കൗണ്ടൊക്കെ കാണും. ആ അക്കൗണ്ട് ഓരോന്നും ഇന്ന അക്കൗണ്ടാണെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് വർഗീകരിച്ച് വെച്ചാൽ മാത്രം മതി. ഉദാഹരണത്തിന് HDFC അക്കൗണ്ടിലാണ് പണം വരുന്നത്, സാലറി വരുന്നതെങ്കിൽ എൻ്റെ സാലറി അക്കൗണ്ട് HDFC അക്കൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ മെയിൻ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ട് ഞാനവിടെ കീപ്പ് ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ എൻ്റെ SBI അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടായിട്ടും എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എൻ്റെ എക്സ്പെൻസ് അക്കൗണ്ടാക്കി മാറ്റുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ 10,000 രൂപയാണ് എല്ലാ മാസം ചിലവഴിക്കുന്നതെങ്കിൽ, ശമ്പളം കിട്ടിയ ഉടൻ തന്നെ ഞാൻ 10,000 രൂപ എങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു? ഫെഡറൽ അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു. അതാത് മാസം സിപ്പായിട്ട് എനിക്ക് ചിലവാക്കേണ്ട പണം എന്ന് പറയുന്നത് 20,000 രൂപയാണെങ്കിൽ, ഈ സിപ്പ് എന്ന് പറയുന്ന തുക ഞാൻ എങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു? ഈ നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട്, അത് SBI അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു എമർജൻസി ഫണ്ട് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. ഈ എമർജൻസി ഫണ്ട് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. അതിനുള്ളിൽ ഇപ്പോൾ HDFC ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ എമർജൻസി ഫണ്ടിനെ നമുക്ക് ഒരു FD ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. FD എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന FD ഉണ്ട് HDFCയുടെ കയ്യിലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ അർജൻറ്റായിട്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു ഫണ്ട് അതിനുള്ളിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പോൾ ഈ രീതിയിലൊക്കെ 3 അക്കൗണ്ടിനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു
നിശ്ചിതമായിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റത് അങ്ങനെയല്ല, ഒരു അക്കൗണ്ട് തന്നെയാണ് UPI പോകുന്നതും. ഇപ്പോൾ നമ്മൾ ഈ കാലത്ത് UPI പേയ്മെൻ്റ് ഉള്ള കാലത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഇപ്പം 10-400 പേജ് ഉണ്ടാവും. കാരണം 10 രൂപ 30 രൂപ 40 രൂപ നമ്മളിങ്ങനെ വിടുകയാണ്. ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് ചോദിച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് കൃഷിയുടെ ആരെങ്കിലും ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം കണക്കൊന്നും തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ നമ്മൾ കുടുങ്ങിപ്പോവും. കാരണം ഒറ്റ അക്കൗണ്ടല്ലേ ഉള്ളത്. അതിന് പകരം നമ്മൾ ഓരോ അക്കൗണ്ടാണ് നമുക്കറിയാം. ഞാൻ ഈ അക്കൗണ്ടിന് പോയതിരിക്കുമ്പോഴേ എക്സ്പെൻസാണ്, ഈ അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ട് മാത്രമുള്ള ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ്. അധികം ആളുകൾക്കും 3-3-ലധികം അക്കൗണ്ട് ഉണ്ട്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു അക്കൗണ്ട് കൊണ്ടും നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിൽ 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 3 അക്കൗണ്ടിന് 3 പർപ്പസിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് കണക്ക് കൂട്ടാൻ വളരെ സുഖമാണ്. കാര്യങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും കിട്ടും, കുറച്ചുകൂടി ശാസ്ത്രീയമാകും. അത്രമാത്രം. ഇതിൻ്റെ അർത്ഥം 3 അക്കൗണ്ട് പോയി തുറക്കണം എന്നല്ല, നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുമെന്ന് മാത്രം. ഇൻവെസ്റ്റ് അക്കൗണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഫണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണത്? ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ക്രിസ്റ്റീനെ പതിവായിട്ട് നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണല്ലോ. സപ്പോസ് മാർക്കറ്റ് നല്ലപോലെ ഇടിഞ്ഞു, അപ്പോൾ ഏത് വാങ്ങലിൻ്റെയും വിൽക്കലിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു കച്ചവടത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങുക എന്നതാണ് ബേസിക്, എന്നിട്ട് കൂടിയ പൈസയ്ക്ക് വിൽക്കുക. ഇതാണ് കച്ചവടത്തിൻ്റെ ബേസിക്. അത് തന്നെയാണ് നമ്മുടെ ഓഹരി വിപണിയിലും ഉള്ളത്, അല്ലേ? അപ്പം ഒരു മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിച്ചു. സപ്പോസ് ക്രിസ്റ്റീനയ്ക്ക് ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റീന ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്കറ്റ് പൊട്ടി താഴേക്ക് പോകുന്നു, ടാറ്റ മോട്ടോഴ്സിൻ്റെ പൈസയും താഴേക്ക് പോകുന്നു. ഈ സമയത്ത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ജനിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തണമെങ്കിൽ കൃഷിയുടെ കയ്യിൽ പണം വേണം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് പണം മാറ്റി വയ്ക്കണം. അത് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിലായാലും, ക്രിസ്റ്റീനയുടെ വീടിനടുത്ത് കുറച്ച് സ്ഥലം നമുക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടാൻ പോവുകയാണെങ്കിൽ, ഇത് പറയുന്നത് ഇതിന് ഒരു വലിയ ലെവലിലാണ് ഞാൻ പറയുന്നതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലും ചിന്തിക്കാം. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു പണം മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് അത്തരം എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകം മനസ്സിലാവും. കാരണം മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. മാർക്കറ്റ് അപ്പാവുന്ന സമയത്തായിരിക്കും നമുക്ക് പൈസ കിട്ടുക. പക്ഷേ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സായി. ഈ 6 മാസം മുന്നേ മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് നമ്മൾ പണം ഇട്ടിരുന്നെങ്കിൽ ഒരു 4 മാസം കൊണ്ട് നമുക്ക് നല്ലപോലെ ലാഭം നേടാമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ അതിൽ പണമില്ല. മാർക്കറ്റ് അപ്പായി നല്ലപോലെ വില കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ പണം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തൊരു ഓപ്പർച്യൂണിറ്റി ഫണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മെയിൻ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു എമർജൻസി ഫണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. സാധാരണക്കാരനായ ഒരാൾ എത്ര രൂപ ഒരു എമർജൻസി ഫണ്ടായി മാറ്റി വെക്കേണ്ടി വരും? അത് നമ്മുടെ മന്ത്ലി എക്സ്പെൻസിൻ്റെ 6 മുതൽ 12 വരെ നമ്മുടെ കയ്യിൽ വേണം. 6 മുതൽ 12 ഇരട്ടി എന്ന് വെച്ചാൽ സപ്പോസ് 5000 രൂപയാണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എങ്കിൽ 30,000 രൂപ മുതൽ നമ്മുടെ 60,000 രൂപ വരെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എമർജൻസി ഫണ്ടായിട്ട്. പല പല കാരണങ്ങൾ സംഭവിക്കും. ഉദാഹരണത്തിന് നമ്മൾ സ്വകാര്യ മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് പല പല കാരണങ്ങളിലൂടെ നമ്മുടെ ജോബ് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ മറ്റൊരു ജോബ് നേടിയെടുക്കാൻ നമുക്ക് അടുത്ത 6 മാസം നമ്മുടെ മുന്നിൽ നമുക്ക് വേണം. നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടത്, നമുക്ക് EMI ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മളെ കയ്യിലൊരു ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് വരുന്ന മൊത്തം എക്സ്പെൻസിൻ്റെ ഒരു 6 മടങ്ങ് അല്ലെങ്കിൽ 12 മടങ്ങ് നമ്മുടെ കയ്യിൽ വേണം. പിന്നെയോ മെഡിക്കൽ എമർജൻസി വന്നേക്കാം, അല്ലേ? ആ സമയത്ത് നമ്മൾ മറ്റുള്ള ആളുകളുടെ കയ്യിലൊക്കെ പോയിട്ട് പണത്തിന് വേണ്ടി കൈനീട്ടി നടക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണ്ട എക്സ്പെൻസിൻ്റെ ഒരു 6 മടങ്ങ് അല്ലെങ്കിൽ ഒരു 12 മടങ്ങ് നമ്മുടെ കയ്യിൽ എപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് നമ്മുടെ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആ ഫണ്ടിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എമർജൻസി ഫണ്ട് ആണെങ്കിൽ പോലും നമുക്ക് അതിനുള്ളിൽ FD ആയിട്ട് സൂക്ഷിച്ചാലും കുഴപ്പമില്ല. കാരണം ഫെഡറൽ ബാങ്ക് പോലുള്ള HDFC പോലുള്ള ബാങ്കുകളിലൊക്കെ FD എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും, സെക്കൻഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ സൂക്ഷിച്ചാൽ ഒരു ചെറിയ പണം തിരിച്ചും കിട്ടും. ഈ പലിശ ഇനത്തിൽ നമുക്ക് ആവശ്യമുള്ളപ്പം ബ്രേക്ക് ചെയ്യാനും പറ്റും. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ ഒരു അക്കൗണ്ടിൽ തന്നെ പൈസ ഇല്ല, പിന്നെ ഈ 3 അക്കൗണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? നമ്മൾ ഈ ചോദ്യം പണത്തിന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു അക്കൗണ്ട് വെച്ച് നമുക്കിത് മാനേജ് ചെയ്യാം. ഇത് 100% പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് 2 അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, ക്രിസ്റ്റീനയ്ക്ക് 2 അക്കൗണ്ട് മതി. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഈ പണമിടപാട് കാര്യത്തിൽ ഒരു അടുക്കും ചിട്ടയും വരണമെങ്കിൽ 3 അക്കൗണ്ട് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ്. അല്ലാണ്ട് 3 അക്കൗണ്ട് വേണമെന്നല്ല. 2 അക്കൗണ്ട് വെച്ചോ 1 അക്കൗണ്ട് വെച്ചോ ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ കോടീശ്വരന് കോടീശ്വരൻ്റെ പ്രശ്നങ്ങളും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്.
നമുക്ക് 5000 രൂപയെ വരുമാനമുള്ളൂ എങ്കിൽ ഈ 5000 രൂപയെ നമ്മൾ ഫലപ്രദമായിട്ട് കമ്പാർട്ട്മെൻറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും. മറ്റെന്താ, നമുക്കൊരു കൈയും കണക്കുണ്ടാവില്ല. ഉദാഹരണത്തിന് എനിക്കറിയാവുന്ന പലരുണ്ട്, വരുമാനം എന്ന് പറയുന്നത് 40,000 രൂപയായിരിക്കും, ചിലവ് എന്ന് പറയുന്നത് 1,00,000 രൂപയായിരിക്കും. ഈ 40,000 ഈ 1,00,000 തമ്മിൽ ഈ 60,000 ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചോദിച്ചാൽ അവൻ അറിഞ്ഞുകൂടാ. ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത് അപ്പുറത്തെ ക്രെഡിറ്റ് കാർഡിലിടും, അപ്പുറത്തെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇപ്പുറത്തെ ക്രെഡിറ്റ് കാർഡിലും. ഇതൊരു റൊട്ടേഷനാണ്. അവസാനം ഇത് എവിടെ എത്തുമെന്ന് അവൻ അറിഞ്ഞുകൂടാ. നമ്മൾ നമുക്ക് ഒരു കുഴി കുഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കുഴി ഒരു വാസ്തവത്തിൽ ഈ ക്രെഡിറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കുഴിയാണ്. അപ്പോൾ ഒരു കുഴി കുഴിച്ച് തുടക്കത്തിലൊക്കെ നമുക്ക് മണ്ണ് പുറത്തേക്ക് എളുപ്പത്തിൽ ഇടാൻ പറ്റും. കുഴിയുടെ ആഴം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മുകളിൽ തന്നെ വീഴുള്ളൂ. അപ്പോൾ ഇത്തരം ട്രാപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. അങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ അത് 5,000 ആയാലും 5,00,000 ആയാലും നമ്മൾ മെഷർ ചെയ്യുന്നത് നല്ലതാണ്. ഒരു അക്കൗണ്ട് വെച്ചോ 2 അക്കൗണ്ട് വെച്ചോ ഒക്കെ ചെയ്യാം. ഒരു അക്കൗണ്ട് വെച്ചും 2 അക്കൗണ്ട് വെച്ചും ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുറേയും കൂടി നല്ലതാണ്, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് പല സാമ്പത്തിക വിദഗ്ധരും 3 അക്കൗണ്ട് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നത്. ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. 3 അക്കൗണ്ടാണെങ്കിൽ 3 അക്കൗണ്ട്, 2 അക്കൗണ്ടാണെങ്കിൽ 2 അക്കൗണ്ട്, 1 അക്കൗണ്ടാണെങ്കിൽ 1 അക്കൗണ്ട്. ബേസിക് കാര്യം അതല്ല. നമ്മുടെ സാമ്പത്തിക ചെലവുകൾക്കും ഒരു ക്രമീകരണം ആവശ്യമാണ്, ഒരു അടുക്കും ചിട്ടയും ആവശ്യമാണ്. ഈ അടുക്കും ചിട്ടയും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ക്രെഡിറ്റ് ട്രാപ്പിൽ, ലോൺ ട്രാപ്പിലൊക്കെ പെടും. പിന്നെ നമ്മൾ ഈ ക്രെഡിറ്റ് ട്രാപ്പും ലോൺ ട്രാപ്പും ആയിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ തീരും. EMI അടച്ച് നമ്മുടെ മൊത്തം ജീവിതം തീരും. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ വരവും ചിലവും കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിന് 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി എളുപ്പമാണ്. അത്രയേ ഉള്ളൂ. ശമ്പളം കിട്ടിയ ഉടൻ തന്നെ റെൻറ്റ് കൊടുക്കേണ്ട പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പണം ചിലവാക്കുമ്പോൾ ഒരിക്കലും ക്രിസ്റ്റിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, അവിടെ ക്രിസ്റ്റിനുള്ള എക്സ്പെൻസ് അവിടെ പോയി കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചു, അതിന് അങ്ങോട്ട് റെൻറ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വർഗ്ഗീകരിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ 9 അക്കൗണ്ട് ഉണ്ടായിട്ട് 9 അക്കൗണ്ട് ഉണ്ടായിട്ടും വെറുതെ ഇട്ടേക്കുന്ന ആളുകൾക്ക് 3 അക്കൗണ്ടൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ മാനേജ് ചെയ്യാം. ഇനി 2 അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. പിന്നെ അധികമുള്ള അക്കൗണ്ടുകൾ എത്രയും വേഗം ക്ലോസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് 3 അക്കൗണ്ട് വേണമെങ്കിൽ 3 അക്കൗണ്ട് നിലനിർത്താം, 2 അക്കൗണ്ട് വേണമെങ്കിൽ 2 അക്കൗണ്ട് നിലനിർത്താം. അധികമുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ല എന്ത് നടക്കുന്നറിയോ, ഓരോന്നിനും മെയിൻ്റനൻസ് ചാർജ് പോകുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ചെക്ക് ലീഫ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. പണ്ട് ഏതെങ്കിലും വല്ല ബൈക്കോ കാറോ ഒക്കെ എടുക്കാൻ വേണ്ടി വാങ്ങിയാൽ ചെക്ക് ലീഫ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചെക്ക് ലീഫ് ഉണ്ടെങ്കിൽ അക്കൗണ്ടിൻ്റെ നേച്ചർ വേറെയാണ്, ATM ഉണ്ടെങ്കിൽ അക്കൗണ്ടിൻ്റെ നേച്ചർ വേറെയാണ്. ഇതിൻ്റെയൊക്കെ AMC ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് അത് എത്രയും വേഗം ക്ലോസ് ചെയ്ത് തീർക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് നമുക്ക് കുറേ ചിലവുകൾ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ എത്ര എണ്ണം എന്നല്ല നമ്മുടെ മെയിൻ ടോപ്പിക്ക്. നമ്മുടെ ചിലവുകൾക്കും നമ്മുടെ നിക്ഷേപത്തിനും എല്ലാത്തിനും ഒരു ക്രമീകരണം വേണം. 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ക്രമീകരണം നമുക്ക് എളുപ്പത്തിൽ നടത്താൻ പറ്റുമെന്ന് മാത്രമാണ്. നമ്മൾ ഒരിക്കലും 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നന്നാവും എന്നൊന്നും പറയുന്നില്ല. ഒരു അക്കൗണ്ട് വെച്ച് ചെയ്യാവുന്നവർക്ക് ഒരു അക്കൗണ്ട് വെച്ച് ചെയ്യാം, 2 അക്കൗണ്ട് വെച്ച് ചെയ്യുന്നവർക്ക് 2 അക്കൗണ്ട് വെച്ച് ചെയ്യാം. 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുറേ കൂടി എളുപ്പമാണ്. സാധാരണക്കാരനായ ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് എന്നതായിരുന്നു ഇന്ന് നമ്മൾ മണി മാറ്റേഴ്സിൽ ചർച്ച ചെയ്തത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.